തമീം ഏത് വർഷമാണ് ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി തുടങ്ങിയത്? 2013. എത്ര വയസ്സിലായിരിക്കും അത്? 18 വയസ്സിൽ തന്നെ ഞാൻ ആംബുലൻസിലുണ്ട്. ഓ അത് ശരി. ലൈസൻസ് കിട്ടിയപ്പോഴേ ആംബുലൻസിലാണ്? ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഓടിക്കൂല, സഹായിയായിട്ട് പോകും. ഈ ആംബുലൻസ് ഡ്രൈവറായിട്ട് ആദ്യം ജോലിക്ക് കയറുമ്പോൾ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഇല്ല, ഒരു ട്രെയിനിങ്ങും ഇല്ല. പിന്നീടാണ് നമുക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയത്. ഈ ICU വാഹനത്തിൽ വെച്ച് ആൾക്ക് ഗുരുതരാവസ്ഥയിലാകുകയും ഈ വണ്ടിയിൽ വെച്ച് ചികിത്സ കൊടുക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു പ്രഗ്നന്റ് കേസുമായിട്ട് ആംബുലൻസ് പുറപ്പെട്ട് ഏകദേശം ഒരു 25 കിലോമീറ്റർ ഓടിയ പാട് കമ്പി കൊണ്ടൊരു വണ്ടീൻ്റെ ടയർ പൊട്ടി. അങ്ങനെ വേറെ വണ്ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം അരമണിക്കൂറിന് മേലെ സമയം ഡിലേ ആയി. അവിടുന്ന് പുറപ്പെട്ട് പകുതിയിലെത്തുമ്പോഴേക്കും പേഷ്യൻ്റ് പ്രസവിച്ച് അവിടെ ആശുപത്രിയിൽ എത്തുമ്പോൾ കുഞ്ഞും മരിച്ച് അമ്മയും മരിച്ച്. ഈ കോവിഡ് സമയത്ത് ആംബുലൻസ് പ്രത്യേക രീതിയിൽ സുരക്ഷയൊക്കെ ഒരുക്കി ഐസൊലേഷനൊക്കെ നടത്തിയല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ആ സമയത്ത് സർവീസ് നടത്തിയിട്ടുണ്ടോ? ആ സമയത്ത് നടത്തിയിരുന്നു. അന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയില്ലായിരുന്നു. ഒരു 3 മാസത്തോളായിട്ടേ വീട്ടിൽ പോയില്ലായിരുന്നു. ചിലത് വളരെ ഭീകരമായ അപകടങ്ങളിലൊക്കെ ബോഡി എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? കാസർഗോഡ് പോലീസിൽ നിന്ന് വിളിച്ചിട്ട് ട്രെയിൻ തട്ടിയിട്ട് ഒരാൾ മരിച്ചിന് അവിടെ വരാൻ പറഞ്ഞ് ഞാൻ വണ്ടിയായിട്ട് പോയി. വണ്ടി അവിടെ വെച്ചുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സ്ട്രക്ചറുമായിട്ട് നടക്കണം. രാത്രിയിലാണ് ഞങ്ങൾ സ്ട്രക്ചറുമായിട്ട് ഈ തട്ടിയെടുത്തേക്ക് എത്തുമ്പോഴേക്കും അവിടുന്ന് എടുക്കാനായിട്ട് ഒന്നുമില്ല. ഫുള്ള് ചിന്നിച്ചിതറിന്. പിന്നെ മൊത്തം ഏകദേശം ഒന്ന് ടോർച്ച് അടിച്ച് പെറുക്കിയിട്ട് ഒരു ബോഡിയുടെ രൂപമാക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബന്ധുക്കൾക്ക് കൊടുത്ത്. കാസർഗോഡുകാരൻ തമീം എന്നൊരു ആംബുലൻസ് ഡ്രൈവറെ കേരളം തിരിച്ചറിയുന്നത് ഗുരുതരാവസ്ഥയിലായ ഒരു കൊച്ചു കുഞ്ഞിനെ 6.5 മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്ന ആ ദൗത്യം വിജയിപ്പിക്കുമ്പോഴാണ്. അത്തരത്തിലുള്ള നിരവധി കഥകൾ തമീമിന് പറയാനുണ്ട്. തമീമിൻ്റെ കഥകൾ തുടരുന്നു. തമീം സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയ നിരവധി ആളുകളുണ്ടാവുമല്ലോ. എത്രയോ പേരുടെ ജീവിതമാണ് തിരിച്ചു കൊടുത്തത് അല്ലേ? അതെ, അതാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. അതെ. പലപ്പോഴും ഈ ഒരു ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ഇതിന് തടസ്സം ഉണ്ടാക്കുന്ന ആളുകളും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? ഉണ്ട്. ഒരു ദിവസം കാസർഗോഡ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യൻ്റായിട്ട് പുറപ്പെട്ട് എൻ്റെ പുറകിൽ തന്നെ ഒരു വണ്ടിയുണ്ട്, ഇന്നോവ. ഞാൻ ഏകദേശം അടിച്ച് ചവിട്ടുകയാണ്. അറ്റാക്ക് കേസാണ്. ഏകദേശം ഒരു 30 കിലോമീറ്റർ പാസ്സായിട്ടാകുമ്പോഴേക്ക് ഒരു 2 നാഷണൽ പെർമിറ്റ് വണ്ടീനെ ഞാൻ ഒന്നിച്ച് ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകെ തന്നെ പിടിച്ചിട്ട് ഞാൻ സഡന് ഒരു ഫ്രണ്ടിൽ ബസ് വരുന്നുണ്ട്, ഞാൻ വലിച്ച് കട്ട് ചെയ്ത് ഇന്നോവ പോയിട്ട് ബസ്സിനടി. ഫ്രണ്ടിലുണ്ടായ 2 പേരും മരിച്ച്. എനിക്ക് കണ്ടിത് തട്ടുന്ന കണ്ട് ഞാൻ നിർത്തിയില്ല. എനിക്ക് നിർത്താൻ പറ്റൂല. വേറൊരു പേഷ്യന്റ് എൻ്റെ വണ്ടിയിൽ ഓൾറെഡി പേഷ്യന്റ് ആണ്. ഈ ആംബുലൻസിനെ ഫോളോ ചെയ്യുന്നത് മാത്രമല്ലല്ലോ, ആംബുലൻസ് മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്നവരുമില്ലേ? മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ഒരു എസ്കോട്ട് പോലെ ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്നത്, അതിലും അപകടം സംഭവിക്കുന്നത്. നമ്മൾ ജീവൻ പണയം വെച്ച് ഇങ്ങനെ കൊണ്ടുപോയാലും ഈ സ്പീഡ് പോരാ എന്ന് പറയുന്ന പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സോ ഒക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഒരു ദിവസം കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ഒരു കേസുമായിട്ട് ഞാൻ പുറപ്പെടുന്ന സമയത്ത് ആദ്യം ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള 2 പേര് ആദ്യം തന്നെ കാറിൽ പുറപ്പെട്ട് മംഗലാപുരത്തേക്ക്. അതിന്റെ പുറകിൽ നിന്നാണ് ഞാൻ പുറപ്പെട്ടത്. ഞാൻ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ റോഡും ശരിയില്ല, മൊത്തം റഫ് റോഡാണ്. എനിക്ക് തന്നെ ഓവർ സ്പീഡ് ചവിട്ടാൻ പറ്റൂല. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ആശുപത്രിയിൽ എത്തിയ പാട് ആംബുലൻസിന്റെ സ്പീഡ് വളരെ കുറഞ്ഞു പോയിന്ന്, കുറെ ലേറ്റായി എത്താന്ന് പറഞ്ഞിട്ട് കുറെ എന്നെ ചീത്ത പറഞ്ഞ്. അതിൽ ഒരു ജീവനാണ് ഓൾറെഡി നമ്മൾ രക്ഷിക്കാൻ പോകുന്നത്, അതില് മറ്റുള്ള 5 ജീവനും കൂടിയുണ്ട്. ഒരു ജീവന് വേണ്ടി നമുക്ക് മറ്റുള്ള 5 ജീവനും ബലി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ അതെ. മംഗലാപുരത്ത് കൊണ്ടുപോകുന്ന പ്രധാനമായിട്ട് ഏത് ഹോസ്പിറ്റലിലേക്കാണ്? അത് ബൈസ്റ്റാൻഡർ പറഞ്ഞ പോലെ ആയിരിക്കും കൂടുതലായിട്ടും. ഫാദർ മുല്ലസ്, ഏജ്, യൂണിറ്റി, ഇന്ത്യാന, അതുപോലത്തെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതൊക്കെ കാസർഗോഡുകാർക്ക് അവിടുത്തെ ഹോസ്പിറ്റലാണ് കൂടുതൽ നിശ്ചയം. കൂടുതൽ അവിടെ തന്നെ. കണ്ണൂരേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം മംഗലാപുരത്തിന് പോകുന്നതാണ്. ഇപ്പോൾ ഹൈവേ നന്നായതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായിട്ട് പോകാം. ഹൈവേന്റെ വർക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ കുറച്ച് സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഈയിടെ പുതിയ ഹൈവേ കൂടെ ഓടിയോ ആംബുലൻസ് ആയിട്ട്? ഞാൻ ഇന്നലെ മംഗലാപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. ശരി. എങ്ങനെ എത്ര സമയം കൊണ്ട് എത്തും ഇപ്പോൾ കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത്? 1/2 മണിക്കൂർ മതിയാന്ന്. അപ്പം കണ്ണൂർ വരുന്നതിനേക്കാൾ എളുപ്പമാണ്. അതെ, കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് 75 കിലോമീറ്റർ, മംഗലാപുരത്തേക്ക് 50 കിലോമീറ്റർ. പക്ഷെ റോഡ് നല്ലതായ ഇപ്പം പുതിയത് ആ ഭാഗത്തേക്ക് തുറന്നത് കൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റുന്നു അല്ലേ? അതെ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ട്രാഫിക് നിയമങ്ങൾ വേണമെങ്കിൽ
എക്സംഷൻ ഉണ്ടെന്ന്. അങ്ങനെ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എൻ്റെ ഇന്ന് വണ്ടി തട്ടിയിട്ടുണ്ട് സിഗ്നലിൽ നിന്ന്. എന്നുവെച്ചാൽ ഞാൻ ഒരു ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രോഗിയെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റായി. ഓ ശരി. അപ്പോൾ സ്കാനിങ് ഡോക്ടറും അവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അവർ CPR കൊടുത്തുകൊണ്ടുണ്ട്. ഞാൻ ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്, ഈ സ്കാനിങ് സെന്ററിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്. ഞാൻ വരുന്നത് അതിന്റെ ഗ്യാപ്പിൽ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. ഞാൻ സിഗ്നലിൽ നിന്ന് ഏകദേശം എനിക്ക് റെഡാണ്, ഓപ്പോസിറ്റ് സൈഡ് ഗ്രീൻ ആണ്. ഞാൻ ആ പോകുന്ന സമയത്ത് ഒരാള് ഒരു ഊട് വഴിയിൽ നിന്ന് കയറി വന്നു, ഒരു കാറ്. പക്ഷെ അവര് ശ്രദ്ധിച്ചില്ല, അവർക്ക് ഗ്രീൻ സിഗ്നലാണ്. വണ്ടി തട്ടി സിഗ്നലിൽ നിന്ന് തട്ടി. ഞാൻ പെട്ടെന്നൊന്ന് റിവേഴ്സ് എടുത്തിട്ട് ഞാൻ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ഉണ്ട്, പോകുന്നുണ്ട്, ആശുപത്രിയിൽ എത്തിച്ച്. എത്തിയ സമയത്ത് അവിടെ ആൾക്കാരൊക്കെ കൂടി ആംബുലൻസ് ഇടിച്ചിട്ട് നിർത്താതെ പോയി. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടുത്തെ തൊട്ടടുത്ത് ആംബുലൻസ് ഓടിക്കുന്നത്. അവൻ അവിടെ പോയിട്ട് പറഞ്ഞ് ആ തട്ടിയ ഡ്രൈവർ എനിക്കറിയാ, അവന് പേഷ്യന്റിനെ ഇറക്കിയിട്ട് വരൂ, ഇപ്പൊ വരൂ ഇവിടത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ പേഷ്യന്റ് അവിടെ ഇറക്കി. പേഷ്യന്റ് മരിച്ചുപോയി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ. പേഷ്യന്റ് മരിച്ച്. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നീ നേരെ വണ്ടിയായിട്ട് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോലീസുകാരോട് പറഞ്ഞ് ഞാൻ കുറച്ച് സീരിയസ് കേസായിട്ട് വന്നുകൊണ്ടാണ് ആ സിഗ്നലിന് അത്ര സ്പീഡിൽ വന്നത്, ആള് മരിച്ചു പോയി, ഹോസ്പിറ്റലുണ്ട്, ഞാൻ ആ ബോഡി ഇറക്കിയിട്ട് സ്റ്റേഷനിലേക്ക്. ആയിക്കോട്ടെ കുഴപ്പമില്ല നീ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടാകുമ്പോഴേക്കും അവര് കാറ് ആക്സിഡന്റ് പറ്റി അവർ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പരാതിയൊന്നുമില്ല, നീ പോയിക്കോ, ഇങ്ങനെ വളരെ എമർജൻസി ആയിട്ട് വന്നതല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. കാറിന് ചുരുങ്ങിയത് ഒരു 10,000 രൂപന്റെ പണി ഉണ്ടായിരുന്നു. സാധാരണ ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രതിഫലം കിട്ടുന്നത് ഈ ഓണറുടെ ഭാഗത്തു നിന്നാണോ അതോ ഈ പേഷ്യൻസ് പൈസ തരാറുണ്ടോ? അതായത് എങ്ങനെയെന്ന് വെച്ചാൽ പേഷ്യന്റിൽ നിന്ന് നമുക്ക് ബൈസ്റ്റാൻഡർ നിന്ന് വാടക വാങ്ങും ആംബുലൻസിന്റെ. അത് നമുക്ക് ഓണർക്ക് കണക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് മാസ ശമ്പളം. അല്ലാതെ ബാറ്റ പോലെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻസെന്റീവ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. അത് ഓട്ടം പോയാലും പൈസ കിട്ടുന്നത് തന്നെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏകദേശം എത്ര സിക്ക് കേസായാലും നമുക്ക് എത്തിച്ചു കൊടുക്കണം, പൈസ പിന്നെയാണ്. പലപ്പോഴും കിട്ടാതെ വരും അല്ലേ? കിട്ടാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആംബുലൻസ് സ്ഥാപനം നടത്തുന്നത് തന്നെ വലിയ നഷ്ടമല്ലേ? ശരിക്കും നഷ്ടം തന്നെ. ലാഭമൊന്നും പറയാനൊന്നുമില്ല ഇതില്. എന്ന് വെച്ചാൽ എനിക്ക് തന്നെ എത്രയോ എൻ്റെ ട്രസ്റ്റിന് എത്രയോ രൂപ കിട്ടാനുണ്ട്. പക്ഷെ അവർ പിന്നെ തരാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചോദിക്കും, പിന്നെ ചോദിക്കാറില്ല. കാരണം ആ കാര്യം അവരുടെ കയ്യിലും ഇല്ല, നമ്മൾ അതും മനസ്സിലാക്കുന്നത്. അവരുടെ കയ്യിൽ തരാനുണ്ട്, അതിലുള്ള ആൾക്കാർ കൊണ്ടുതരുന്നത്. ഈ ഒരു ആംബുലൻസ് ഡ്രൈവർ എപ്പോഴും സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് ദുഃഖത്തിനും ദുരന്തത്തിനും ഒക്കെയാണല്ലോ. ഒരാൾക്ക് അപകടം ഉണ്ടായി അയാൾ മരിച്ചു പോകുന്നു, അയാൾ പിന്നെ ഒന്നും അറിയുന്നില്ല. പക്ഷെ അയാളുടെ ബന്ധുക്കൾ, കുടുംബം, ഇവരുടെ വേദന, ദുഃഖം, ഇതൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവറല്ലേ? അത്തരത്തിലുള്ള നിരവധി ഓർമ്മകളിലൂടെ പോയിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. ഇപ്പൊ നമ്മളിപ്പോ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഡോക്ടർ പറയും നിങ്ങൾ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ലെന്ന്. പക്ഷെ എന്നാലും നമ്മള് ആ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയല്ല അവർ കൊണ്ടുപോകുന്നല്ലേ, നമ്മളെ ജീവനും പണയം വെച്ചിട്ട് നമ്മള് കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടുപോകുമ്പോൾ തന്നെ പകുതിയിൽ വെച്ചിട്ട് മരണപ്പെടാനും സാധ്യതയുണ്ട്. ഒരുപാട് കേസ് അങ്ങനെ മരണപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ റോഡ് അപകടങ്ങളിൽപ്പെട്ടവര് ഒരു കുടുംബത്തിന്റെ ചിലപ്പോൾ അത്താണിയായിരിക്കും, ആണത്തരിയായിരിക്കും, ഒരു കുടുംബം പോറ്റുന്ന ആളായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ മരണപ്പെട്ടിട്ട് ആ ബോഡിയായിട്ട് നമ്മൾ ആ വീട്ടിൽ പോകുമ്പോൾ അവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരും. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് കാസർഗോഡ് നടന്നിരുന്നു. ആൺമകനാണ് അവര്. ആ കേസുമായിട്ട് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്ന വഴിയിൽ മഞ്ചേശ്വരത്ത് വെച്ചിട്ട് മരണപ്പെട്ട്. അങ്ങനെ മരണപ്പെട്ടാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരികയാണോ ചെയ്യുക, അതോ ആശുപത്രി കൊണ്ടുപോയിട്ടാണോ പിന്നെ തിരിച്ചു കൊണ്ടുവരിക? അല്ല, ആദ്യം കിട്ടുന്ന ആശുപത്രിയിൽ കയറ്റിയിട്ട് കൺഫേം ചെയ്യും. ദത്ത് കൺഫേം ചെയ്താൽ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആക്സിഡന്റ് സംഭവിച്ച അവിടെ മോർച്ചറിയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് ബോഡി കിട്ടുകൊടുക്കും. ഈ ആക്സിഡന്റിൽ എന്താ പിന്നെ സംഭവിച്ചത്? അവിടുന്ന് കൊണ്ടുപോകുന്ന വഴിയില് പറയുന്ന സ്റ്റാഫ് പറഞ്ഞു തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കയറ്റിക്കോന്ന് പറഞ്ഞു. അതുകൊണ്ട് തൊട്ടടുത്തൊരു ആശുപത്രി ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ മംഗലാപുരത്താണ്, 20 കിലോമീറ്റർ പോകണം. അവിടെ എത്തുമ്പോഴേക്കും മരണപ്പെട്ടിന്. അവിടെ നിന്നാണ് റിട്ടേൺ കൺഫേം ചെയ്തിട്ട് റിട്ടേൺ വന്നത്.
ഈ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് കടക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് കടക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഒരു സ്റ്റേറ്റ് കടന്ന് ബോഡി കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിന് വേറെ നിയമങ്ങളില്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ആംബുലൻസിന് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലേക്കും ഏത് സമയത്തും കയറിയിട്ട് പോവാം. അതിന് പ്രത്യേക പെർമിഷൻ ഒന്നും ആവശ്യമില്ല. ഈ കോവിഡ് കാലത്തും അങ്ങനെ ഒത്തിരി ഇന്റർ സ്റ്റേറ്റ് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കർണാടകത്തിലേക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക്? തമിഴ്നാട്ടിലേക്ക് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കോവിഡ് സമയത്ത്. പിന്നെ പാലക്കാട്ടേക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് പാലക്കാടുള്ള ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂവിന് വന്നതാണ്. അവര് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അവരവിടെ പെട്ടുപോയി. ഒറ്റക്കാണ് വന്നത് ഇന്റർവ്യൂവിന്. അതിന് ചെറിയൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. ആർക്ക്? ഇവർക്ക്. കുഞ്ഞിനെ അമ്മന്റെ അടുത്താക്കിയിട്ട് വന്നതാണ്, പാല് കുടിക്കുന്ന കൊച്ച്. അങ്ങനെ ഇവര് കലക്ടറുമായിട്ട് സംസാരിച്ചിട്ട് കലക്ടർക്ക് നേരിട്ടിട്ട് പോയിട്ട് കലക്ടറോട് പറഞ്ഞ് ഇങ്ങനെ സംഭവമാണ്, ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാണ്, എനിക്കൊരു കൈക്കുഞ്ഞുണ്ട് പാല് കുടിക്കുന്ന, അമ്മന്റെ അടുത്തുള്ളതാണ്, എന്നെ എങ്ങനെ ഒന്ന് പാലക്കാട് എത്തിക്കണമെന്ന്. അങ്ങനെ SP ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് എന്റെ ചെറിയ വണ്ടിയിലൊന്ന് ഇവരെ വീട്ടിൽ കൊണ്ടാക്കിട്ട് അങ്ങനെ ഞാൻ അവരെ കൊണ്ടുവിട്ടിട്ടുണ്ട് ആംബുലൻസിൽ. ആ സമയത്ത് വേറെ ഒരു വണ്ടിയും ഓടാൻ അനുമതിയില്ല. ഈ ആംബുലൻസ് ഏതുതരം വാഹനങ്ങളാണ് ഓടിച്ചിട്ടുള്ളത്? ട്രാവലർ, ഈക്കോ, ഒമിനി. ഈ 3 വണ്ടി ഓടിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലേ? ഇതിനകത്ത് ഒത്തിരി ഫെസിലിറ്റികൾ വേണമെങ്കിൽ ട്രാവലറിനകത്തല്ലേ പറ്റുള്ളൂ, ഫോഴ്സിന്റെ? അതെ, ട്രാവലറിനാണ്. ഈ 18 വയസ്സിൽ ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പോൾ 14 വർഷമായി വണ്ടി ഓടിക്കുന്നത്. ഈ 14 വർഷം ആംബുലൻസ് തന്നെയാണ് ഓടിച്ചിട്ടുള്ളത്? അല്ല, ഒരു പ്രാവശ്യം ഞാൻ ഈ ഫീൽഡ് മാറി നിന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തൊക്കെ ഒന്ന് മാറി നിൽക്കാം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാന്ന് വിചാരിച്ചിട്ടേ. വീട്ടിൽ എൻ്റെ ഉപ്പാൻ്റെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് കുറച്ച് ദിവസം ടൗണിൽ വാടക ആക്കി. എന്താ ഈ ഫീൽഡ് വിടാൻ തോന്നാൻ കാര്യം? ഇല്ല, ഒന്ന് എൻ്റെ ഏട്ടൻ പറഞ്ഞ് ഇവിടെ വണ്ടി വെറുതെ വെച്ചിട്ടുണ്ട്, നീ ഒന്ന് കുറച്ച് ദിവസം ഓടിക്കാൻ പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസം ഒരു 10 ദിവസം ഓടിച്ചപ്പോ തന്നെ എനിക്ക് ആംബുലൻസിന്റെ അത്ര ത്രില്ല് വരുന്നില്ല. ആംബുലൻസ് ഓടിക്കാനാണ് ഒരു കംഫർട്ടാണ്. ഏത് പാതിരാത്രിയിലാലും എണിച്ചിട്ട് പോകുമ്പോ ആ ഒരു കോള് വരുമ്പോ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ആശ്രയിച്ചിട്ടാണ് അവർ വിളിക്കുന്നത്. ചിലപ്പോ രാത്രി 2 മണിക്കൊക്കെ വിളിക്കും, ഇവിടെ റോഡിൽ ആക്സിഡന്റ് ആയിട്ടുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല, ഒന്ന് പെട്ടെന്ന് വാന്ന് പറയും. അപ്പൊ ഞാൻ പറയും, എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞോ, ഞാൻ ആംബുലൻസ് ആയിട്ട് ഉടനെ എത്താട്. അങ്ങനെ ഒരുപാട് ഞാനും ഫയർഫോഴ്സും കൂടെ തന്നെ പോയ എത്രയോ സംഭവങ്ങളുണ്ട് ആക്സിഡന്റ് ആയ സ്ഥലത്തേക്ക്. എനിക്ക് ഏത് പാതിരാത്രിയിലാലോ ഞാൻ എഴുന്നേറ്റ് ഓടും, ആംബുലൻസിനാണ് വിളിക്കുന്നെങ്കിൽ. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചാല് എനിക്ക് തീരെ താല്പര്യമില്ല പോകാൻ. എന്റെ മനസ്സിൽ പറയുന്നേ എനിക്ക് ഈ ജോലിയല്ല, ഇത് ആംബുലൻസ് ആണെന്ന് എന്റെ മനസ്സ് പറയുന്നത്, അതിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ആംബുലൻസ് വിടാത്തത്. ഒരു ദിവസം ശരാശരി എത്ര കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്? ശരാശരി ഒരു 10-15 കോള്. 15 കോളൊക്കെ ഒരു ദിവസം വരുമോ? ചില കൂടി പോലെ 15, അതില് 10 മിനിമം വരും. ആംബുലൻസിന്റെ ആവശ്യത്തിന് തന്നെ ആൾക്കാരെ വിളിക്കും, ആംബുലൻസ് ആവശ്യത്തിനും. പിന്നെ അത് ഹോസ്പിറ്റലിൽ അടുത്ത ഹോസ്പിറ്റലിലേക്കുള്ള അടുത്ത ഹോസ്പിറ്റലിലേക്കുള്ളത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടാവും. അതായത് വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് ബോഡി കൊണ്ടുപോകാൻ, പള്ളിയിൽ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ ഒരു ദിവസത്തിൽ 10 കോൾ എങ്ങനെയും വരും. ഈ ആംബുലൻസ് തന്നെ പല തരത്തിലുള്ള പല ലെവലുകളിലുള്ള ആംബുലൻസുകളില്ലേ? അതെങ്ങനെയാ അതിനെ വേർതിരിക്കുന്നത്? അത് D ലെവൽ എന്ന് പറഞ്ഞാല് എന്നുവെച്ചാൽ ഒരു ആശുപത്രിയിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അതൊക്കെ ആംബുലൻസിലുണ്ട്. അതാണ് ഏറ്റവും ഹയർ. അതാണ് ഒരു ഡോക്ടർ കൂടി അത് കയറി കഴിഞ്ഞാല് ആശുപത്രി ആശുപത്രി തന്നെ അത്യാവശ്യം ചെറിയ സർജറിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അത്തരം ആംബുലൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, D ലെവലിൽ ചെയ്തിട്ടുണ്ട്. അതെവിടെയായിരുന്നു? കാസർഗോഡ്. ശരി. അതിനകത്ത് സർജറി ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചെറിയൊരു സർജറി അന്ന് ചെയ്തിട്ടുണ്ട്. D ലെവൽ വണ്ടി എന്ന് പറയുമ്പോൾ ഹെവി കേസാണ് പോകുന്നത്. അപ്പൊ ഡോക്ടർ 2 നഴ്സുമാരൊക്കെ നിർബന്ധമായിട്ടും വണ്ടിയിലുണ്ടാവും. ഈ ഓട്ടത്തിൽ തന്നെ സർജറി നടത്താൻ പറ്റുമോ, അതോ നിർത്തിയിട്ടാണ് ചെയ്യുക? നിർത്തിയിട്ടില്ല, ഓട്ടത്തിൽ ചെയ്യും. ശരി. അത്യാവശ്യം ചെറിയ എന്തെങ്കിലും മേജർ സർജറി അല്ല. ഇപ്പൊ ഒരു അപകടം പറ്റിയിട്ട് സ്റ്റിച്ച് ബ്ലീഡിങ്, തലയിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെടാൻ പറയൂ. അപ്പൊ കാലിനൊക്കെ മുറിവുണ്ടെങ്കിൽ അതൊക്കെ റണ്ണിങ്ങിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്യും. D ലെവൽ വണ്ടിയാണെങ്കിൽ. അതിന്റെ തൊട്ട് താഴെയുള്ളത് പിന്നെ ഏതാ ലെവല്? D ലെവലിന് നേരെ BLS, പിന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട്. BLS ബേസിക് ലൈഫ് സപ്പോർട്ട്. അതും ICU ആംബുലൻസ് ആണോ അതും പറയുന്നത്? അല്ല, അത് ICUവിൽ പെടൂല. ബേസിക് ലൈഫ് സപ്പോർട്ട് അതിന്റെ താഴെയുണ്ടോ? പിന്നെ ഇല്ല. അങ്ങനെ ഈ 2 ലെവലാണോ പ്രധാനമായിട്ട്?
2 ലെവലാണ്. ഈ ആംബുലൻസുമായിട്ടുള്ള ഈ ഓട്ടത്തിനിടെ ദിവസം 8ഉം 10ഉം കോളൊക്കെ വരുമ്പം സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റാറുണ്ടോ? സമയത്ത് കഴിക്കാൻ പറ്റാറില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോഴായിരിക്കും ഓട്ടം കോള് വരുന്നത്. വണ്ടി എടുത്ത് ഓടും, ഓട്ടം കഴിഞ്ഞ വെച്ചാൽ ഫ്രീ ആകുമ്പോഴേക്ക് കഴിക്കും. ഈ വണ്ടിക്കകത്ത് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, ഭക്ഷണം കൊണ്ടുപോകാറില്ല. അത്യാവശ്യം വെള്ളം, പഴം അങ്ങനെ എന്തെങ്കിലും വണ്ടിയിൽ വാങ്ങി വെക്കും. ഈ ആക്സിഡന്റ് പറ്റിയത്, രോഗം വന്നതൊക്കെ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ മയക്കുമരുന്നിന് അടിമായിട്ട് ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് നമ്മളെ മാനസികമായിട്ടുള്ളവര്, മെന്റലായിട്ടുള്ളവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട്. അവരെ ഒരുപാട് അടിയും കൊണ്ടിട്ടുണ്ട്. ഈ മെന്റൽ പേഷ്യൻസ് ഒക്കെ മര്യാദക്ക് ആംബുലൻസിനകത്ത് കിടക്കുവോ? ഇല്ല, വയലന്റ് ആവും. അപ്പോൾ ശരിക്കും അവരെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അവരെ കുറച്ചുകൂടെ അടച്ചുറപ്പുള്ള വേറെ ഏതെങ്കിലും വണ്ടിയെ കൊണ്ടുപോയാൽ പോരെ? ഇല്ല, അത് പോലീസുകാരാണ് വിളിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതലും നമുക്ക് കാസർഗോഡ് നിന്ന് ഈ മെന്റൽ പേഷ്യന്റിനെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ബന്ധുക്കൾ വിളിക്കും, അതല്ലെങ്കിൽ പോലീസുകാർ വിളിക്കും. അത് ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടി വരിക അവിടുന്ന്? അല്ലെങ്കിൽ കോഴിക്കോട് കുതിരവട്ടത്ത്, അതല്ലെങ്കിൽ കങ്കനാടിയിൽ, മംഗലാപുരം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് തല തെറ്റിയവരൊക്കെ. ഇവരെ ബന്ധനസ്ഥരാക്കിയൊക്കെയാണോ കൊണ്ടുപോകുന്നത്, അതോ ഫ്രീ ആയിട്ടാണോ കൊണ്ടുപോകുക? അവര് വയലന്റ് ആവുകയാണെങ്കിൽ കെട്ടും, കാലും കൈയൊക്കെ കെട്ടിയിട്ടിട്ട് കൊണ്ടുപോകും. ചില പേഷ്യന്റ് നേരെ കറക്റ്റായിട്ട് വന്നിട്ട് വണ്ടിയിൽ കിടക്കും. റണ്ണിങ്ങിൽ വയലന്റ് ആവും. റണ്ണിങ്ങിൽ വയലന്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൂടെ ബൈസ്റ്റാൻഡേഴ്സ് 2 പേരുണ്ടാവും. റണ്ണിങ്ങിൽ വയലന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആരെങ്കിലും കൂട്ടിയിട്ട് അവര് കെട്ടും, വണ്ടി നിർത്തിയിട്ട്. അവർക്ക് ആദ്യം നമ്മൾ ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കയറ്റുന്നത്. അവർക്ക് വണ്ടി പോകുന്ന റൂട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് റീ അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന്. അപ്പൊ വയലന്റ് ആവും. അവരെ പിടിച്ചു വെട്ടുമ്പോഴേക്ക് നമ്മൾ ചെന്ന് സഹായിക്കും അല്ലേ? നമ്മൾ സഹായിക്കണല്ലോ. എത്രയോ അടി കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ കേസിന്ന്. അതേപോലെ ഇപ്പോ സബ് ജയിലിലൊക്കെ ഉള്ള കുറ്റവാളികള്, അവർക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അവിടുന്ന് കോള് വരും, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാന്. അപ്പൊ കനത്ത സെക്യൂരിറ്റി വേണ്ട, ഇവര് ചാടി പോവില്ലോ? ഇല്ല, പോലീസുകാരുണ്ടാവും. അത് വിലങ്ങൊക്കെ വെച്ചാണോ കൊണ്ടുപോകാ? വിലങ്ങ് വെക്കും. 3 പേരുണ്ടാവും ആംബുലൻസിൽ. 3 പോലീസുകാർ ആംബുലൻസിൽ തന്നെ കയറാൻ. അവര് തുള്ളിച്ചാടാൻ പറ്റിയ അവസ്ഥയിലല്ല ഉണ്ടാകുന്നത്. നല്ല അവശതയിലായിരിക്കും. അവശതയിലായിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഈ അപകടം ഉണ്ടാകുന്നവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, അല്ലെങ്കിൽ ബോഡി കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലാതെ ആംബുലൻസിന് വേറെയും ജോലി വരാറുണ്ടല്ലോ. ചിലപ്പോൾ ഈ VVIP ഒക്കെ വരിക, അല്ലെങ്കിൽ ചില ചടങ്ങുകളിലൊക്കെ കൊണ്ടുപോകേണ്ടി ആംബുലൻസ് കൊണ്ടുപോയിടുക, അങ്ങനെയൊക്കെ വരാറില്ലേ? ഉണ്ടായിട്ടുണ്ട്. അന്നൊരിക്കൽ നമ്മുടെ ജില്ലയിൽ കാസർഗോഡ് രാഷ്ട്രപതി വരുമ്പോഴേക്ക് 2 ദിവസം മുമ്പ് നമ്മൾ അവരുടെ സുരക്ഷാ ജീവനക്കാർക്ക് വണ്ടി വിട്ടുകൊടുക്കണം, D ലെവൽ വണ്ടി. അവരായിരിക്കും പിന്നെ ഡ്രൈവർ, നമ്മൾ കൂടെ ഉണ്ടാവും. അവരെ ഡ്രൈവർ അവര് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളും അവിടെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ രാഷ്ട്രപതി വരുമ്പോഴേക്ക് ഒരു പ്രാവശ്യം രാഷ്ട്രപതിക്ക് എസ്കോർട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് പ്രത്യേക പരിശീലനം വല്ലതും തരുമോ? ഇല്ല, അവർക്ക് നമ്മളെല്ലാം വണ്ടിയുടെ ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? കൂടെ ഉണ്ടാവും. അപ്പൊ രാഷ്ട്രപതി പോകുന്ന എല്ലാ റൂട്ടിലും നമ്മളും പുറകെ ഉണ്ടാവോ? അല്ല, രാഷ്ട്രപതി അത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദ്ഘാടനത്തിന് വന്നതാണ്. വരുമ്പോഴേക്ക് എയർപോർട്ടിൽ നിന്ന് കോളേജ് വരെ, കോളേജിൽ നിന്ന് റിട്ടേൺ എയർപോർട്ട് വരെ. പിന്നെ സ്കൂൾ കലോത്സവം, യൂത്ത് ഹോസ്റ്റല്, വലിയ വലിയ കളികളൊക്കെ ഉണ്ടാവില്ല, അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. അവിടെ ഇതിന് ഉപയോഗം വന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവിടെ ഗോൾ കീപ്പറുടെ നെഞ്ചത്താണ് ചവിട്ട് കൊണ്ടത്. ബോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റുമ്പോഴേക്ക് 3 ഭാര്യയിൽ പൊട്ടിയിട്ട് നല്ല ഫ്രാക്ചറാണ്. അവിടുന്ന് അപ്പം തന്നെ ഞാൻ എടുത്തിട്ട് നേരെ കാസർഗോഡ് കൊണ്ടുവന്ന്, കാസർഗോഡ് നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് മംഗലാപുരത്തേക്ക് വിട്ട്. ആൾക്ക് അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, ആള് രക്ഷപ്പെട്ടു. ഈ കാസർഗോഡ് ഒരു ആംബുലൻസ് ഓടിക്കുമ്പോൾ ഈ എൻഡോസൾഫാന്റെ ദുരിതബാധിതരെ പലപ്പോഴും കൊണ്ടുപോകേണ്ടി വരാറില്ലേ? അവർ നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ആശുപത്രി കൊണ്ടുപോകേണ്ടിയൊക്കെ വരുന്നത്? ഈ എൻഡോസൾഫാൻ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ കൂടുതലും ഞാൻ കണ്ടത് കിടപ്പിലായിട്ടാണ്. കാരണം 10 വയസ്സ് 15 വയസ്സ് ആയ ആൾക്കാരാണ്. പക്ഷെ കാണുമ്പോഴേക്കും നമുക്കൊരു 2 വയസ്സ് 3 വയസ്സുള്ള ആളെ പോലെ ഉണ്ടാവും. ഇപ്പോഴും അത്തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് കിടപ്പിൽ തന്നെ. തീരെ ആരോഗ്യമില്ല, എണിക്കാനും പറ്റില്ല, കൈയും കാലൊന്നും അനങ്ങൂല, ഒന്നും ശ്വാസം ഉണ്ടെന്ന് മാത്രം. ഇവരെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരുമോ?
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കാസർഗോഡ് ഗവൺമെന്റിൽ കൊണ്ടുവന്നിട്ട് റിട്ടേൺ അവരെ വീട്ടിലോട്ട് കൊണ്ടുപോകാറുണ്ട്. ആംബുലൻസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടായ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻ ഏതായിരുന്നു? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയ ആ ഓട്ടം തന്നെയായിരുന്നോ? അതെ, ആ കുട്ടിയെ കൊണ്ടുപോയതാണ്. അതെങ്ങനെയാണ് അതിലേക്ക് തമീം എത്തുന്നത്? എൻ്റെ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊരു കുട്ടിയെ കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ ഓട്ടമായിട്ടാണ് അത് കരുതിയിരുന്നത്. അത്രേ പറഞ്ഞുള്ളൂ? അത്രേ പറഞ്ഞുള്ളൂ. ഓക്സിജനും സ്റ്റാഫ് ആവശ്യമുണ്ട്, ICU വണ്ടിയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഏകദേശം വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് നിന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ട് വണ്ടി. അവിടെ എത്തിയിട്ട് വെൽനെസ് മെഡിക്കൽ കോളേജിൽ എത്തി വണ്ടി 6:30 മണിയാകുമ്പോഴേക്ക് മെഡിക്കൽ കോളേജിലെത്തി. അവിടെ കാസർഗോഡുള്ള വണ്ടി എന്തിനാ കണ്ണൂരേക്ക് വന്നത്? കണ്ണൂർ ആംബുലൻസുകൾ ഉള്ളതല്ലേ? ഈ തമീമിനെ തന്നെ വിളിക്കാൻ? അല്ലല്ല, അത് കാസർഗോഡ് താളാണ്. ഈ ട്രസ്റ്റിൽ പെട്ട മെമ്പറുടെ കുട്ടിയാണ്. ഓ ശരി. അതിന് ഇത് ട്രസ്റ്റിന്റെ വണ്ടിയാണ്, അവർക്ക് ചെറിയ പൈസ. ഇപ്പൊ ICU ട്രിപ്പിന് കിലോമീറ്ററിന് 80 രൂപ ചാർജ് ഉണ്ട്. ഇതാകുമ്പോഴേക്ക് ട്രസ്റ്റ് ആകുമ്പോഴേക്ക് അതിൽ കുറവായി. അങ്ങനെ കണ്ണൂർ ചെല്ലുന്നു. കണ്ണൂർ ചെല്ലുന്നു മെഡിക്കൽ കോളേജിലേക്ക്. എത്ര മണിയായപ്പോ കണ്ണൂർ എത്തി? കണ്ണൂർ 6:30 മണിക്ക് ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിലുണ്ട്. 8:30 പുറപ്പെട്ടത്. കുട്ടിക്ക് എന്തായിരുന്നു പ്രശ്നം? ശ്വാസതടസ്സം, ഹാർട്ടില് ഓൾസ് ഉണ്ടായിരുന്നു. അതിന്റെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര വയസ്സുള്ള കുട്ടിയാ? 2 മാസം പ്രായമുള്ള കുട്ടിയായിരുന്നു. കൊച്ചുകുട്ടി, തീരെ കൊച്ചുകുട്ടി. അപ്പോ അത് പ്രസവിച്ച് 2 മാസം കഴിഞ്ഞ കുട്ടി വീട്ടിൽ പോയിട്ടില്ല, ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നോ? അല്ലല്ല, അവര് പ്രസവിച്ചിട്ട് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടായ സമയത്ത് കാസർഗോഡുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കുന്നത്. അവിടുന്നാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം ചിത്രയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മെയിൽ നഴ്സ് ICUല് പോയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, നീ മിഷനും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തോ, റെഡി. ഞാൻ ICU പുറപ്പെടുമ്പോ വിളിക്കും, അപ്പൊ നീ ഇവിടെ തന്നെ വണ്ടിന്റെ അടുത്ത്. കുട്ടി ICUലായിരുന്നു. ഹോസ്പിറ്റലിന്റെ ICUലാണ്. ആംബുലൻസിന്റെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ആംബുലൻസിന്റെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ വണ്ടിയിലത്തെ മെയിൽ നഴ്സ് അവിടെ ICUല് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് ICU പുറപ്പെടുമ്പോ വിളിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ മിഷനും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യണം. അതൊക്കെ അറിയാവോ തമീമിന്? അതൊക്കെ ഓൺ ചെയ്യാൻ അറിയാം. അങ്ങനെ ഇവൻ പോയിട്ട് വിളിക്കുന്ന കാണുന്നില്ല. ഏതായാലും അവൻ പോയി കഴിഞ്ഞാൽ 10-15 മിനിറ്റിൽ വിളിക്കുന്നു പുറപ്പെട്ടു എന്ന് പറയുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിച്ചെന്തായിന്ന് വെച്ചാൽ, കുറച്ച് കേസ് സിക്കാണ്, റിസ്ക് ആണ് കൊണ്ടുപോകുന്നത്, ഇവര് പോലീസിന്റെ എല്ലാം സഹായം തേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതെയാ, അപ്പൊ ഞാൻ വണ്ടി ഓഫ് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ വണ്ടി ഓഫ് ചെയ്ത്, നീ വിളിച്ചാ മതി, അപ്പൊ എങ്ങനെ ഞാൻ ഓൺ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോ പരിയാരം മെഡിക്കൽ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസ് വന്ന് കണ്ണൂരിലേക്ക് പോകാൻ തിരുവനന്തപുരം പോകുന്ന വണ്ടി ഏതാന്ന് ചോദിച്ചു. കുട്ടിയെ കൊണ്ടുപോകുന്ന. ഞാൻ പറഞ്ഞു, ഇത് തന്നെ, ഞങ്ങൾ ഫ്രണ്ടിൽ എസ്കോട്ട് ഉണ്ടാവും, മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചിട്ട് വന്നത് ഞങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് എത്ര മണിക്ക് പുറപ്പെടുന്നെന്ന് ചോദിച്ചു. പുറപ്പെടുന്നത് സമയം പറഞ്ഞിട്ടില്ല, അവിടുന്ന് ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചിട്ടായിരിക്കും പുറപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ്, എല്ലാ ജില്ലയിലും പോലീസ് മേധാവിമാർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്, റോഡ് മൊത്തം ഫ്രീ ആയിരിക്കും, 10 മണിക്കൂറിൽ വണ്ടി എത്തണം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. 10 മണിക്കൂർ 8 മണിക്ക് പോയാൽ പുലർച്ചയോടുകൂടി എത്തും. 8:30 അവിടുന്ന് പുറപ്പെട്ടത്. 10 മണിക്കൂറിൽ വണ്ടി തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറഞ്ഞ്. എനിക്ക് റോഡിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല, മൊത്തം ഫ്രീ ആക്കി തരും എന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ICU അവര് 8:30 മണിക്ക് വണ്ടി കുഞ്ഞിനെ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പോലീസിന്റെ അകമ്പടിയോടെ പുറപ്പെട്ട്. എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നമുക്ക് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. പോലീസ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഒരുപാട് പേര്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഒരു ട്രാഫിക് സിനിമ മോഡലില് ഒരു കൊച്ചിനെ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് 540 കിലോമീറ്റർ, ഏകദേശം 6.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തി വണ്ടി. ഇതിനകത്ത് ഈ ഓട്ടത്തിൽ മുഴുവൻ കൊടുക്കാനുള്ള ഓക്സിജനും ഫെസിലിറ്റികളും ഒക്കെ ആംബുലൻസിൽ ഉണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. ഈ 6.5 മണിക്കൂറിനുള്ളത് ഉണ്ടായിരുന്നു. 6.5 മണിക്കൂർ 10 മണിക്കൂറിന് പറഞ്ഞത്, അതിലും കൂടുതൽ കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു. ഈ ആംബുലൻസിൽ കുട്ടിയോടൊപ്പം വേറെ ആരാ ഉണ്ടായിരുന്നേ? കുട്ടിയുടെ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ കുട്ടിയുടെ അച്ഛൻ്റെ അനിയന് 2 പേരുണ്ടായിരുന്നു. പിന്നെ വേറെ ഈ മെയിൽ നേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏകദേശം ഈ പേഷ്യന്റ് ഉൾപ്പെടെ കുട്ടി ഉൾപ്പെടെ 5 പേരാണ്. 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ വഴിക്ക് വേറെ എവിടെയെങ്കിലും തടസ്സങ്ങളോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഓർക്കുന്ന സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ?
ഇല്ല, ഓർക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. ആ, ഏകദേശം കണ്ണൂരിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം തലശ്ശേരി എത്തുമ്പോഴേക്ക് പറഞ്ഞു കുട്ടിക്ക് പാല് കൊടുക്കണം, ആ, വണ്ടി നിർത്തണം എന്ന് പറഞ്ഞ്. ആ. ഞാൻ പറഞ്ഞു വണ്ടിയിൽ ഡീസൽ ഫുള്ളാക്കാനുണ്ട്, ആ, തൊട്ടടുത്ത പമ്പിൽ നിർത്താം. ആ, അപ്പൊ നമുക്ക് ഒരു നിർത്തലിൽ രണ്ട് കാര്യം സാധിക്കാം. അതെ. അവര് കൊച്ചിന് പാല് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് വണ്ടിയിൽ എണ്ണയും ഫുള്ള് ചെയ്യാം. ആ, ആ, അങ്ങനെ എണ്ണ ഫുള്ള് ചെയ്തിട്ട് ഒരു നിർത്തലിൽ നമുക്ക് രണ്ട് കാര്യവും സാധിച്ചു. ആ, അവിടുന്ന് പിന്നെ കോഴിക്കോട് നിന്ന് വിട്ടത് പിന്നെ സ്റ്റോപ്പ് തിരുവനന്തപുരത്തായിരുന്നു. വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ആ, ശരി. ആ, ആ. അവിടെ ചെല്ലുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്? എല്ലാവർക്കും റെഡി ആയിരുന്നു. അവര് ആ, ആംബുലൻസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ. കുട്ടി പിന്നെ രക്ഷപ്പെട്ടു? കുട്ടി രക്ഷപ്പെട്ടു. കുട്ടിക്ക് 7 വയസ്സായി. ആ, അവരെ പിന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കുട്ടിയുടെ കാതുകുത്തലായിരുന്നേ. ആ, എന്നെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. ഞാൻ പോയിരുന്നു, പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുകൊള്ളാം. ഈ ഓട്ടത്തിന് എന്തെങ്കിലും അംഗീകാരങ്ങളോ അഭിനന്ദനങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടായോ? ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു. ഞാൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ, ഇതിന് സ്വീകരണമായിട്ട് എന്നെ വിളിച്ചതാണ്. അതെവിടെയായിരുന്നു? ഗൾഫില് എന്നെ അവിടെ കൊണ്ടുപോയത് ഇവിടുത്തെ ഒരു സംഘടനയാണ്, SNDP എന്ന സംഘടനയാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ വിട്ടിട്ട് വേറെ ഒരു രാജ്യത്ത് പോയത്. അത് ഇവരാണ് എന്നെ കൊണ്ടുപോയത്. ശരി. നാട്ടിലും ഒത്തിരി സ്വീകരണം കിട്ടിയിട്ടുണ്ടോ? നാട്ടിൽ ഒത്തിരി സ്വീകരണം കിട്ടിയിട്ടുണ്ട്. ആ ദിവസങ്ങളിലെ പ്രധാന വാർത്ത തമീമായിരുന്നു. അതെ, എല്ലാ പത്രത്തിലും ചാനലിലും മൊത്തം ഞാൻ തന്നെ ആയിരുന്നു. ഈ തിരുവനന്തപുരത്തേക്കുള്ള ഈ സാഹസികമായ ഓട്ടം കഴിഞ്ഞ് പ്രമുഖരായ വ്യക്തികളൊക്കെ വിളിച്ചില്ലേ പലരും? വിളിച്ചിരുന്നു. നമ്മുടെ ട്രാഫിക് സിഗ്നലിലെ ഡ്രൈവറായിരുന്ന ശ്രീനിവാസൻ സാർ തന്നെ വിളിച്ചു. പിറ്റേ ദിവസം തന്നെ വിളിച്ചു എന്നെ രാവിലെ. വിളിച്ചിട്ട് അഭിനന്ദനമൊക്കെ അറിയിച്ച്. പിന്നെ അരുൺ ഗോപി സാർ വിളിച്ചു. ഒരുപാട് പേര് വിളിച്ചു. ആ സമയത്ത് സുരേഷ് ഗോപി വിളിച്ച് സംസാരിച്ച്. ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ച്. പിന്നെ അതിന് ശേഷം ശൈലജ ടീച്ചർ വിളിച്ച്. അവിടെ എത്തിയതിന് ശേഷം രാവിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വിളിച്ച് മുഖ്യമന്ത്രി അഭിനന്ദിച്ച്. അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടി. വളരെ അച്ചടക്കത്തോടെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു അല്ലേ? അന്ന് ശരാശരി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ആംബുലൻസ് ഓടിയത്? 100 കുറയ്ക്കേണ്ടി വന്നില്ല പലയിടത്തും അല്ലേ? 100 ഇല്ല, കുറയ്ക്കേണ്ടി വന്നില്ല. 100 കൂടുതൽ 540 കിലോമീറ്റർ ഉണ്ട്. 6.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിന്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ ഓടിയപ്പോൾ റോഡിന്റെ അവസ്ഥ എവിടെയാണ് ഏറ്റവും നല്ലത്, എവിടെയാണ് ഏറ്റവും മോശം? ഏറ്റവും മോശം ആ സമയത്ത് ഉണ്ടായിരുന്നത് തൃശ്ശൂരാണ്. ശരി. വേറൊന്നും കുഴപ്പമില്ലായിരുന്നു, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. തൃശ്ശൂരിലായിരുന്നു ഏറ്റവും മോശം ഉണ്ടായിരുന്നത്. അന്ന് ഹൈവേയുടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല, ഹൈവേയുടെ പണി, ഇത് പഴയ ഹൈവേ ആണ്. അപ്പോൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഈ പറഞ്ഞ ഈ കുട്ടിയെ ഈ 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിച്ച് ജീവൻ രക്ഷിച്ചതായിരിക്കുമല്ലോ? അതെ അതെ അല്ലേ? അതെ. തമീമിന്റെ വീട്ടിലാരൊക്കെയാ ഉള്ളേ? വീട്ടില് ഉമ്മയുണ്ട്, ഏട്ടന്റെ വൈഫ്. തമീം വിവാഹം കഴിച്ചിട്ടില്ല? ഇല്ല. കഴിക്കണ്ടേ? കഴിക്കണം. അതോ ഈ സാമൂഹ്യ സേവനത്തിന് വേണ്ടി ജീവിതം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണോ? ഇല്ല, കഴിക്കും. അപ്പം തമീം ഒരു ആംബുലൻസ് ഡ്രൈവർ മാത്രമല്ല, ഒരു നാടിന്റെ അഭിമാനവും കൂടിയാണ്. അതെ. ഇനിയും ഒത്തിരി ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ തമീമിന് അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സാർ. ഒപ്പം തമീം ഇതുവരെ ചെയ്ത ഈ പ്രതിബദ്ധതയുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയും ചെയ്യുന്നു. താങ്ക് യു.